അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ കാലമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ കുറച്ച് ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് റെഡി ആയത്. അപ്പം ഞാനിത് ഡിസംബറിൽ എടുത്ത് വെച്ച വ്ളോഗാണ്, പക്ഷേ ഇപ്പോഴാണ് നമ്മളിത് പോസ്റ്റ് ഇടുന്നത്. സോ വെൽക്കം ടു മണാലി വ്ളോഗ്. അങ്ങനെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാം ഈ ഒരു ഗേൾസ് ട്രിപ്പ്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് പോയൊരു ട്രിപ്പാണ്, പക്ഷേ ഒട്ടും ഞാൻ എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ട്രിപ്പ് അത്രയും അടിപൊളിയായതും. ആൻഡ് മണാലി എത്തിയപ്പോൾ തന്നെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാത്രമേ നമുക്കത് എത്രത്തോളം അടിപൊളിയാണെന്നുള്ള മനസ്സിലാവും. കാരണം വീഡിയോയിൽ ഒരു ഭംഗിയില്ലേ കാണാൻ, സീരിയസ്ലി ഞാൻ പറയാലോ. എത്തിയ പാടെ നമുക്ക് റൂമിൽ കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഹാഫ് ആൻ അവറിൻ്റെ മേലെ നമുക്കെല്ലാം ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തൊണ്ട താഴോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ലേനു. ആ എരിവും പുളിയുള്ള ഫുഡൊന്നും കഴിക്കാണ്ട് എങ്ങനെ ഇറങ്ങാനാ? ഇത് ബ്രെഡും ജാമും, സാധാ ചപ്പാത്തിക്ക് കറി പോലും ഇല്ല, അച്ചാറ് മാത്രം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ടെറസിലേക്ക് പോയി. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ്. ചൂടും ഞാൻ അധികം സഹിക്കില്ല. തണുപ്പിലേക്ക് സർവൈവിങ് കുറവാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സർവൈവ് ചെയ്യുമെന്ന്. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ അത്യാവശ്യം നല്ലപോലെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജാക്കറ്റ് കണ്ടു വെയില് പോകുന്നത് അടിച്ചിട്ട് എത്തിയ പാടെ നമ്മൾ ടെറസിൽ പോയിട്ട് ഇവിടെ നല്ല അടിപൊളി കുറച്ച് വ്യൂസും കാര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനങ്ങനെ ലൈഫിൽ ഭയങ്കരമായിട്ട് ട്രിപ്പ് പോയ ആളൊന്നും എനിക്ക് കുറച്ചൊരു 2-3 years ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ കാണണം, ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം വന്നിട്ട്. അപ്പം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്ലേസ് ഉണ്ടായിരുന്നു മണാലി. ഈ ഫോട്ടോ എടുക്കണേൽ വീഡിയോ എടുക്കണേലൊന്നും ഒരു രസം വരുന്നില്ല. അത് കാണുമ്പോൾ ആ മണാലി എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയില്ല. കാരണം അത്രക്കും അടിപൊളിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടി പോകാൻ തോന്നുന്നുണ്ട്. ഏർലി മോർണിംഗ് ആയിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ബെഡിൽ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് വാമായതിൻ്റെ ശേഷം നമ്മൾ പുറത്ത് വന്നതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഗേൾസ് ഇത് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്ട്രേഞ്ചേഴ്സായിട്ട് ഒരു ട്രിപ്പ് പോകണം. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയോണ്ട് തന്നെ ഞാൻ പറയാം. പക്ഷെ അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ പോയി വന്നത്. ഇനി എന്താ അറിയില്ല, ചിലത് റെഡി ആവില്ലായിരിക്കും. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ആ ട്രിപ്പും ആ ഡേയ്സൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഗേൾസ് ട്രിപ്പൊന്നും പോയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഗേൾസ് ട്രിപ്പിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോവുക, അത്ര തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഗേൾസ് ട്രിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ദിവസത്തേക്ക് 10-15 ഡ്രസ്സായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണാലി പോയ ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സാധനം കൊണ്ടുപോകണം. അതുകൊണ്ട് മാക്സിമം ഞാൻ കുറച്ചാണ് കൊണ്ടുവന്നത്. എന്നാലും എൻ്റെ അടുത്ത് അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു. പക്ഷെ 2 ട്രോളിയായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കോമഡി ആയിരുന്നു. എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ടുള്ള ലഗേജ് ഉണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്നും അവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനം വേറെ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ആൻഡ് ഔട്ട്ഫിറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് പട്ടിഷമൊക്കെ, കാരണം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ലുക്ക് കാണുന്നത്. അപ്പം അതിൻ്റെ കുറേ പട്ടിഷമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മറ്റേ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രിഡിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മൊത്തം 7 ആൾക്കാരായിരുന്നു കേട്ടോ ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഡ്രസ്സ് ചെയ്ത് 10 മിനിറ്റ് നമ്മളെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ ഗൈഡ്. പിന്നെ നമ്മൾ ജീപ്പിൽ കുറിച്ച് നിറച്ച് കയറി എല്ലാവരും കൂടി. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ടെമ്പിളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മളേതോ ഒരു ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മണാലി ഒരു ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഇട്ടെന്ന് വെച്ചിട്ട് ആടുത്ത പ്ലേസസ് ഒന്നും ഞാനങ്ങനെ അന്വേഷിക്കാനോ കാര്യങ്ങളോ ഭയങ്കര റെഫർ ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ടെമ്പിളിലേക്കായിരുന്നു. അതേതോ ഫിലിമിലൊക്കെ ഉള്ള ടെമ്പിളാണ്. പക്ഷേ എനിക്ക് കയറാൻ മടിയായിട്ടും കുറേ ലൈൻ നിൽക്കേണ്ടൊക്കെ വന്നിട്ട് ഞാൻ നേരെ തിരിച്ചങ്ങ് പോകുന്നത്. പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ചങ്ങ് പോരുകയും ചെയ്തു. പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് ഞാനത് കുറേ വ്ളോഗിലും പിന്നെ ആ ഫിലിമിൻ്റെ ആ സംഭവങ്ങളൊക്കെ റീൽസിലൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇത് മണാലിത്തെ പോത്താന്ന് തോന്നുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നീ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കൊത്താത്തത് ഭാഗ്യം.
അവിടെയുള്ള പോത്തിന് പിന്നെ കുറേ മറ്റേ ഹെയറൊക്കെ ഉണ്ടാവല്ലോ, തണുപ്പായതുകൊണ്ടായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടേനും. പിന്നെ ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ കുറേ എല്ലാവരും കൂടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി എടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സമൂസ പോലത്തെ എന്തോ ഒരു സാധനവും നൂഡിൽസും അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, വന്നവർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും. ഒരു ചായക്ക് ഇവിടെ 30 രൂപ, മാഗിക്ക് 80. സോ എക്സ്പെൻസീവ്. അതെ, വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര സമൂസ. സമൂസ വെച്ചോക്കാം. ഇവിടെ നമ്മളെ വണ്ടി ഓട്ടിടാം. ഒരു രജേന്ദ്ര പോയി വിളിക്കേണ്ടി വരും. ഇല്ല, നോക്കട്ടെ. വെയിറ്റ് വീഡിയോ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്സൊക്കെ എടുക്കാൻ എന്നോട് മറന്നു വേണ്ടി. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ നമ്മൾ മാൾ റോഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് പറഞ്ഞു കേട്ടു, പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് അങ്ങനെ ഫീൽ ചെയ്തതാണോന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ്സ് വാങ്ങി. അതും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ ഒരു 2-3 ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങി ട്രൈ ചെയ്ത്. ഞങ്ങൾ ഈ കയറി പോണത് അവിടുത്തെ ഒരു ഫേമസ് കഫേയാന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് കയറി പോയതായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നുള്ള മതി എനിക്ക് തോന്നിയില്ല. പിന്നെ റേറ്റൊക്കെ നോർമൽ തന്നെയാണ്, പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും ട്രൈ ചെയ്യാനോ ആക്കാൻ നിന്നില്ല. കാരണം ആർക്കും അങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. കൂട്ടത്തിലുള്ള ഏതോ ഒരു കുട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ആരാന്നെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ സാധനങ്ങളൊന്നും അധികം ട്രൈ ചെയ്യണമെന്ന് തോന്നാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇടയ്ക്ക് ഈ വ്ളോഗിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയൂല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിൻ്റെ Day 2 ഔട്ട്ഫിറ്റാണ്. ഇത് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ തൊപ്പി വെച്ചത് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചു. പിന്നെ നോർമലി ഉള്ള പട്ടി ഷോ ഒക്കെ പോലെ തന്നെ ഇവിടെയും കുറച്ച് പട്ടി ഷോ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ബേക്കുന്ന എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. പിന്നെ എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ കുറച്ച് ഓവറായ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ സാരമില്ല, കുഴപ്പമില്ല, ഒരു ബൈക്ക് പോയതല്ലേ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്ലിപ്സൊക്കെ ഞാൻ ഷോർട്സിലേക്കും ഇടയ്ക്കുള്ള ക്ലിപ്സ് ഞാൻ യൂട്യൂബ് വീഡിയോയിലേക്ക് എടുത്തുകൊണ്ട് എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഏതൊക്കെയോ ക്ലിപ്സ് എവിടെയൊക്കെയോ മിസ്സായിട്ടുണ്ട്. ഈ ഒരു ദിവസം നമുക്ക് പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നത് അതിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ട്രാവൽ എക്സ്പീരിയൻസുകളിലൊന്നായിരുന്നു പാരാഗ്ലൈഡിങ്. അപ്പം ഞാനത് എടുത്തത് ഞാൻ കുറേ ആലോചിച്ചതിൻ്റെ ശേഷമാണ് എടുത്തത്. കാരണം ബഡ്ജറ്റില്ലായിരുന്നു. 2500 തോന്നുന്നത് നമുക്ക് പാരാഗ്ലൈഡിങ് പ്ലസ് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ ഇന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ ഇനി എന്ന് വന്നിട്ട് ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുമാത്രമല്ല അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി, ആ വണ്ടിയിലുണ്ടായിരുന്ന സീനൊക്കെ ഒറ്റമ്മയും ഡ്രൈവ് ചെയ്ത ആളെ സമ്മതിക്കണം. ആ രീതിയിൽ എനിക്ക് മൂപ്പര് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആടെത്തിയപ്പോഴത്തേക്കിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഏകദേശം പണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മൂപ്പര് വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ചിരിച്ച് കുറേ പേടിച്ച്, കാരണം അത്രയും മലൻ്റെ സൈഡ് കൂടെ ഒക്കെ പോകുമ്പോൾ വിഗോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേലെ കയറിയപ്പോഴാണ് അന്ന് ആദ്യമായിട്ട് ഒരു തുള്ളി മഞ്ഞ് കണ്ടത്. അത് കണ്ടിട്ട് പഠിച്ചൂനെ എല്ലാത്തും കൂടി കാറി കൂവി അത്രയും എക്സ്പ്രഷൻസ് ഇട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. ഞാനൊരു സാധനം കാണിച്ചോട്ടെ.
എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേ ഡയലോഗില്ലേ, ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ സാധനമാണ് എനിക്ക് വന്നത്, മറ്റേ സുഹൃത്തുക്കളെ എന്നുള്ള ഡയലോഗ്. കാരണം എനിക്ക് അവിടെ ഇരുന്നിട്ട് അവിടെ എണീക്കാൻ തോന്നില്ല. എന്ത് ഭംഗിയാ കാണാൻ. ഈ വീഡിയോയിൽ രസമില്ല, ഞാൻ പിന്നെയും പറയാം, വീഡിയോയിൽ അത്ര രസമില്ല, നിങ്ങൾ പോയി കാണണം. ഇവിടുന്ന് താഴോട്ട് ചാടിയിട്ടാണ് കേട്ടോ മറ്റേ പാരാഗ്ലൈഡിങ് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മണാലി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പാരാഗ്ലൈഡിങ് ചെയ്യണം എന്ന് ഞാൻ പറയും. ഞാൻ കാറിനുണ്ട് നിങ്ങൾ ഞെട്ടണ്ട, മരിക്കാൻ പോകുന്ന വിചാരിക്കും ഇങ്ങനെയൊക്കെ കയറാൻ കഴിയും. ഭയങ്കര നൈസായിട്ടോ ഐസ്തെറ്റിക് ആയിട്ടൊന്നും കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് സിനിമ ഒന്നും അല്ലല്ലോ. കൊക്കൻ്റെ മോൾ നട്ട് താഴോട്ട് ചാടിയ ചാവോ ജീവിക്കോ ഒന്നും അറിയൂല. ഇതിനകത്ത് കയറിയത് എടുത്തപ്പോൾ എൻ്റെ ജീവൻ പോയിണ്ടായിരുന്നു. പഠിച്ചോനെ, ഞാൻ കയറിയത് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും. പക്ഷെ നമ്മൾ മേലെത്തി ഇവിടുന്ന് താഴോട്ടുള്ള ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ അത് വേറെ തന്നെ ഫീലാണ്. പിന്നെ എനിക്ക് പേടിയൊക്കെ പോയി. പിന്നെ എനിക്ക് ലാൻഡ് ചെയ്യാൻ നേരത്ത് കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഈ ചേട്ടനോട് ഭയങ്കര ഡൗട്ടായി, ഇതെങ്ങനെ ലാൻഡ് ചെയ്യുക, ഞങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ താഴോട്ട് വിഗ്ഗോ വീണാ എന്താണ്, മരിക്കുമോ, എന്തൊക്കെയാണ്, ഭയങ്കര ഡൗട്ടായി എനിക്ക് ചേട്ടനോട്. അതുകൊണ്ടാണ് ഈ ചേട്ടൻ എന്നെ വേഗം ലാൻഡ് ചെയ്തിരിക്കുന്നത്. എടുങ്ങറുകൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. അങ്ങനെ പാരാഗ്ലൈഡിങ് കഴിഞ്ഞ ടൈമിൽ പിന്നെ അതിൻ്റെ നേരെ താഴെ ഒരു റിവർ സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങി. ഞാൻ പക്ഷേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഓരോ കാണാണ്ടപ്പോൾ ഞാൻ പോയി ഇറങ്ങി. ചില ടൈമിൽ ഞാൻ വ്ലോഗ് എടുക്കുകയാണെന്നുള്ളൊരു ബോധേ എനിക്കുണ്ടാവില്ല. കാരണം ബാക്കി ക്ലിപ്സ് ഒക്കെ എടുക്കാൻ എന്നോട് മറന്നുപോയി. പിന്നെ ഈവനിങ് ആണ് ഞാൻ ഫോൺ കയ്യിലെടുത്ത്. പിന്നെ പട്ടിക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പട്ടിയുള്ളതിന് പിന്നെ എഴുതുന്ന അതൊക്കെ വന്നതെന്ന് ആർക്കറിയാം. ഇത് ഡേ 3 ആണ് കേട്ടോ. ഇത് അടൽ ടണലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഡേ 3 നമ്മൾ സോളങ് വാലിയും സിസൂലും ആണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ അധികം മഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരായിരുന്നു ആ ഒരു പോക്കിൽ. ഞങ്ങളെ തൊട്ട് മുന്നേ പോയവർക്കും ശേഷം പോയവർക്കൊക്കെ മഞ്ഞ് കിട്ടി. പിന്നെ ഭാഗ്യം വേണമല്ലോ. അതേപോലെ തന്നെ അതിന് സ്നോഫാളിൻ്റെ കാര്യവും. സ്നോഫാളിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. മഞ്ഞ് പിന്നെ മുന്നേ പോയവർക്ക് ശേഷം വന്നവർക്ക് കുറേ കിട്ടിയിട്ടുണ്ടാവും. മുന്നുള്ളവർക്ക് പിന്നെ ഈ മഞ്ഞ് തന്നെ അയക്കല്ലോ. ഓക്കെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഇതാണോന്ന് അറിയില്ല. പക്ഷെ ഞമ്മക്ക് ഇതാണല്ലേ ഇപ്പൊ സ്വർഗം. കാണാത്ത സാധനങ്ങൾ കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു ഓരോ വ്യൂസും കാണുമ്പോൾ ഈ ഒരു ഫീലായിരുന്നു നമ്മളെല്ലാവരും മനസ്സിലുണ്ടായിരുന്നത്. കാരണം അത്രയും ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു എല്ലോ. എനിക്ക് പിന്നെ ഓവർ മഞ്ഞുള്ളതിനെക്കാട്ടി ഈ ഒരു ടൈം പോയപ്പോൾ നന്നായി എന്ന് തോന്നി. കാരണം വേറൊരു വ്യൂ അതിനുണ്ടായിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് കുറേ പ്ലേസിൽ ഇറങ്ങാനെന്നതിന് കുറേ കാര്യങ്ങൾ സ്കിപ്പാക്കിയിരുന്നു. മേ ബി ഞാൻ കുറച്ചുകൂടി തണുപ്പുള്ള ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂടി സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ടൈം വന്നത് നന്നായി. പക്ഷേ സ്നോഫാൾ വേണ്ടിയിരുന്നു. പിന്നെ ഈ പ്ലേസൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരു വെറൈറ്റി ബ്രൗൺ വൈറ്റ്, ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഒക്കെ. പിന്നെ ഉണ്ടല്ലോ ഈ വ്ളോഗിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിയില്ല എങ്ങനെയാണ് ബെറ്റർ ആക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. നല്ല തണുപ്പുണ്ട്. എടാ ടാബ്ലറ്റ്സ് ആരുതാടാ? അതല്ലേ ആരോ ഈ ഒരു സീസണിൽ വരാൻ പറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത്. കാരണം മഞ്ഞുണ്ട് പക്ഷെ മഞ്ഞില്ല. ക്യാപ്പിടാൻ പറ്റുന്നില്ല. ക്യാപ്പിട്ടിട്ടൊരു രസമില്ല. ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു സോറിടാ. എടാ കൈയൊക്കെ ഫ്രീസ് ആവുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലടാ. വ്ളോഗ് എടുക്കാൻ പറ്റുമോന്ന് എനിക്കറിയൂല. ഇന്നലത്തെ കുറേ പ്ലേസ് കവറായതൊന്നും എടുത്തിട്ടില്ല. So nice. Oh my god.
മൂക്കൊക്കെ പോയി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചെറിയ പൊട്ട ഇംഗ്ലീഷൊക്കെ വരും. ട്രൈ ആക്കണമെന്ന് അഥവാ നന്നായാലോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു പ്ലേസാണെന്ന് തോന്നുക ഇത്. അങ്ങനെ അവിടെ നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യൂ ആണിത്. എനിക്ക് വീഡിയോയിൽ എടുക്കുന്ന രസം, നേരിട്ട് കാണാനുള്ള രസം വീഡിയോയിൽ എടുക്കുമ്പോൾ ഇല്ല. ഇതും കൂടി കൂട്ടിയിട്ട് ഞാൻ ഈ വ്ളോഗിൽ എത്രാമത്തെ പ്രാവശ്യം ഈ കാര്യം പറയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എല്ലാവരും മണാലി പോയിട്ട് കണ്ടോളി. അത്യാവശ്യം വൃത്തിക്ക് ഞാൻ എല്ലാ കാര്യവും ക്യാപ്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വ്ളോഗൊക്കെ ഇടാനുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാനുള്ള, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ എപ്പോഴും ഫോണെടുത്ത് കൈമ്പോൾ പിടിക്കാനും, പിന്നെ ചാർജിൻ്റെ പ്രശ്നമുണ്ട്. അവിടെ നിന്നും പോകുമ്പോൾ തീരെ ചാർജ് നിൽക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ഫോണെടുത്ത് പിടിക്കാനും അങ്ങനത്തെ കാര്യം ഒന്നും എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ ഒപ്പിച്ചെടുത്തൊരു വ്ളോഗാണിത്. അപ്പോൾ ആരും പെർഫെക്റ്റ് ആവുമെന്നൊന്നും വിചാരിക്കണ്ട. ഇനി നമുക്ക് ട്രാവലിംഗ് വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇൻഷാ അല്ലാ. പിന്നെ ഇങ്ങനത്തെ പ്ലേസസിലൊക്കെ പോകുമ്പോൾ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ നോർമലുള്ള ഹെയറിനെക്കാട്ടി ഭയങ്കര നല്ല ഭംഗിയിൽ നമ്മൾ മുടി നിൽക്കും. മേ ബി അടുത്ത ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരു ഇതായിരിക്കും. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ബയ്യായിട്ട് ആകെ വർത്താനേനു. പിന്നെ ബീഫിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ബീഫ് അടിപൊളിയാന്ന് പറഞ്ഞാൽ ബയ്യ എന്നെ ഒന്ന് നോക്കിയാൽ പറഞ്ഞു, ഞാനൊരു എൻ്റെ ഫ്രണ്ടാണ് കഴിക്കൽ, ഞാൻ ബീഫ് കഴിക്കുന്നില്ല, ബീഫിക്ക് ഇഷ്ടമല്ല, ചിക്കൻ മാത്രമേ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബയ്യൻ്റെ മുഖമൊക്കെ ഒന്ന് ഏകദേശം നോക്കിയത്. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന്. वाटरफॉल में फ्रीज है. फ्रीज अच्छा, അത് കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിപ്പോയി ആ വാട്ടർഫാൾസ്. ओके हो अब तुम ही हो जिंदगी, अब तुम ही हो. लैंग्वेज पढ़ना है. बोलता तो है नहीं, तुम बोलना आता नहीं. आएगा तो स्कूल में एक पढ़ी we not learn hindi correct properly. हम हिंदी. हमारी गांव में बहुत ज्यादा बंगाली लोग काम कर रहे हैं, अच्छा. इसलिए हमको हिंदी जानना चाहिए एक पानी के लिए. यस. വരെ കൂട്ടത്തിൽ ഏറ്റവും ഹിന്ദി അറിയാത്തതും പക്ഷെ പറയാൻ ശ്രമിച്ചതും പൊട്ടത്തരങ്ങൾ പറഞ്ഞതും മേ ബി ഞാനേക്കും. ബാക്കിയുള്ളവർ പറയുന്നത് കുറച്ചെങ്കിലും ബെറ്ററാണ്. പക്ഷെ ഞാൻ എന്താ കാട്ടിക്കൂട്ടുന്നതിന് എനിക്ക് തന്നെ അറിയൂല. ഞാൻ സംസാരിക്കുന്നതും പറയുന്നതൊക്കെ ഇത്രയും പൊട്ടത്തരാന്ന് ഈ വീഡിയോയിൽ സൗണ്ട് ഓണാക്കി കഴിയുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. പറയുന്ന കാര്യം പറഞ്ഞ ആളെ വിടാണ്, പക്ഷെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ സംസാരിക്കുന്നത്. കേട്ടിട്ട് എൻ്റെ ഇപ്പറുള്ളവർ എങ്ങനെയാ എന്നെ സഹിച്ചുണ്ടാവുക പാവം. ഈ ആട് ചമയ്ക്കും പോലെ ചമച്ചിരിക്കുന്ന എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര അഹങ്കാരവും അഹംഭാവം ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേസ്, ഞാൻ പാവാണ്. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർന്നാണല്ലോ. എല്ലാവരും മേലെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും മഞ്ഞ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ മഞ്ഞുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി അവിടെ ഇറങ്ങി. ഞാനാണെങ്കിൽ മഞ്ഞൊക്കെ വരെ തലയിലിട്ട് ഫോട്ടോ എടുത്ത്. ഞങ്ങൾ പോയപ്പോൾ ആകെ എത്ര മഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏതോ ഒരു ഫാക്ടറി അല്ല എന്തോ ഒരു പണി നടക്കുന്ന സ്ഥലത്ത് നിർത്തിന് ആടാണെങ്കിൽ ഫുൾ അപ്പിയും. പക്ഷെ ഈ ഭാഗത്തേക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും വാരി എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എനിക്ക് പിന്നെ അത്ര വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറേ സെൽഫിയൊക്കെ എടുത്ത് ഒപ്പിച്ച് എഗെയിൻ ഞാൻ ബാക്കി ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞു. ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ്. ഞങ്ങൾ ഈ ജോഗ് ഫാൾസ് കയറാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ച് നമ്മൾ കയറൂലെന്ന്, പക്ഷെ എന്തൊക്കെ ആക്കി എങ്ങനെയൊക്കെ കയറി. പക്ഷെ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ 4 ആൾക്കാർ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും പറയാ. അത് നമ്മൾ ജോഗ് ഫാൾസിന്റെ റോഡല്ല ഡയറക്റ്റ് വഴി പോവാണ്ട് വേറെ വഴിയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ആ വഴി പോയ ജോഗ് ഫാൾസിലേക്ക് എത്തുന്നും കൂടി അറിയണ്ടാവില്ല. ഏതായാലും കയറിയല്ലേ, എങ്ങോട്ടെങ്കിലും കയറാന്ന് വിചാരിച്ചിട്ട് പോയതാ. എനിക്ക് ഒന്നാമത് നല്ല മുട്ടുവേദന. എനിക്ക് ഇങ്ങനെ കുന്നൊന്നും കയറാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കയറി അവിടെ എത്തിയത്. കാരണം നമ്മൾ അവിടെ എത്താനായപ്പോൾ അത്യാവശ്യം ലേറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഇറങ്ങുന്ന ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞു പോവണ്ട ഗേൾസ് അല്ലേ ജെൻസ് ആരല്ലേ തിരിച്ചിറങ്ങുമ്പോൾ ഇരുടായിരിക്കും എന്നൊക്കെ കുറേ പ്രാവശ്യം തിരിച്ചിറങ്ങുന്ന എല്ലാവരും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവണ്ടെന്ന്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് കയറാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റേ ബാക്കിയുണ്ടായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ട് കയറി. അപ്പോൾ പിന്നെ എന്തായാലും ബാക്കിയും കൂടി കയറണം എന്നുള്ള വാശിയില്ലെങ്കിൽ ഫുള്ള് കയറി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ മുട്ടുവേദന അത് ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ എൻ്റെ മുട്ട എന്തോ ഒന്നായിപ്പോയതാണ്. അല്ലാണ്ട് വയസ്സായിട്ടൊന്നല്ല. പക്ഷെ ആ ഒരു വേദന എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. ഇങ്ങനെ കുറേ നടക്കുമ്പം സ്റ്റെപ്പ് കയറും അങ്ങനത്തെ ടൈമിലൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. ഇതാകുമ്പോൾ ഫുള്ള് കയറാനാണല്ലോ, അതുകൊണ്ടാണ്. ജോഗിനി വാട്ടർഫാൾസ് വരെ പോകാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടും
പലർക്കും ആവാത്തത് കൊണ്ടും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വാ. ഒരു സാധനം കാണിച്ചു തരാം. ഈ ജോഗിനി വാട്ടർഫാൾസ് എവിടെ അറിയോ? അവിടെ, അതിൻ്റെ അപ്പുറത്ത്. അങ്ങോട്ടേക്ക് പോകാൻ ആരും വരുന്നില്ല, ആർക്കും അവിടെ ഇല്ല, ഒരു ഉഷാറില്ല ആർക്കും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സോ നമ്മൾ ഇങ്ങോട്ട് കേട്ടോ കയറി, എല്ലാവരും അത് അവിടെ ഉണ്ട്. ഇത് നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഓരോ വ്യൂസും ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ കയറുന്നതിൻ്റെ മുന്നുള്ള ക്ലിപ്പാണ്, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ എല്ലാവരും ജസ്റ്റ് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ പോയത്. സോ നമുക്ക് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ശരി, രാത്രി ഡ്രസ്സെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ നടന്നുകൊണ്ട് ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എനിക്ക് കുറേ ഇതെന്താ അറിയില്ല, റോസാപ്പൂ മാതിരിയുള്ള പൂവും പിന്നെ വേറെന്തോ ഒരു സാധനം, അങ്ങനത്തെ കുറേ സാധനമൊക്കെ പെറുക്കല. എൻ്റെ മെയിൻ പരിപാടി പെറുക്കാൻ വീട്ടിൽ കൊണ്ടുവന്ന്. ഈ നടത്തം ജോഗിനി ഫാൾസ് ഒക്കെ നടന്നില്ലെങ്കിൽ ഇപ്പോൾ ഫാൾസിലെത്തി പോയേനെ അല്ലേ അമ്മേ. ഈ ജോഗിനി ഫാൾസിന് ആക്ച്വലി 2 സൈഡ് ഉണ്ട്. അതിൽ മറ്റേ സൈഡിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് അങ്ങോട്ടേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യം നടന്ന് പോകുമ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ വെറുതെ അങ്ങോട്ട് നടന്ന് കയറിയതാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാ, ഓരോട് ചോദിച്ചപ്പോൾ ഓരാണ് പറഞ്ഞത് ഇങ്ങനെ ഇതും ജോഗിനി ഫാൾസിലേക്കുള്ള വേ ആണ്, അപ്പം ഇങ്ങനെ നടന്നാലും അങ്ങോട്ടേക്ക് തന്നെയാണ് എത്താന്ന്. അങ്ങനെയാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ നൈറ്റായ സീന. ഈ ഒരു വീഡിയോ നല്ലോണം കേൾക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, കാരണം തിരിച്ചിറങ്ങുമ്പോൾ എന്തായാലും സീനായിരിക്കും. കാരണം ആരോട് ചോദിച്ചാലും ഓരൊക്കെ പറയുന്നത് കയറണ്ട എന്നാണ്. പക്ഷെ എനിക്ക് ഈ ഓരോ വ്യൂസും കാണുമ്പോൾ പിന്നെയും കയറാൻ ഇങ്ങനെ പൂതിയാവാം. പക്ഷേ ജോഗിനി ഫാൾസിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഹൈപ്പിട്ട് പോയ ആ ഒരു ഫീലൊന്നും കിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകാൻ നമ്മൾ ട്രൈ ചെയ്ത കാര്യങ്ങളും ആ എടുത്ത എഫേർട്ടും പിന്നെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയതും ഇതിൻ്റെ കാലുവേദനയൊക്കെ വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്ത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്ത പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു. ഇതാണ് കേട്ടോ എല്ലാവരും പറയുന്ന ജോഗിനി ഫാൾസ്. നിങ്ങൾ പറയുന്നത് കണ്ടിട്ട് എന്താ തോന്നുക, അത്ര ഹൈപ്പിനുള്ളത് ഉണ്ടോയെന്ന് മേ ബി എനിക്ക് അത്ര അങ്ങനത്തെ ഫീൽ ചെയ്തില്ല. കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ എവിടെ ഉള്ളത് അറിയാം, അതൊക്കെ വീടുകളാണ്. ആ നിൽക്കുന്ന സ്ഥലമല്ലേ അത് ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലാ. അവിടുന്ന് ഇവിടെ വരെ സോറി ഇവിടുന്ന് അവിടെ വരെ നടക്കണം. എടാ നല്ല തണുപ്പ് കുറച്ച് കൂടുന്നുണ്ടേടാ. സ്നോ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് മൊത്തം സ്നോ ആവൂലേ. തിരിച്ചിറങ്ങുന്ന വഴിക്ക് നല്ല ദാഹവും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചേച്ചിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടുന്ന് ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള ഇതാണ് കേട്ടോ, അതുകൊണ്ടാണ് ലേറ്റ് പോകാത്തത്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ മാഗിയൊക്കെ കഴിച്ച് ഒരു ചേച്ചിനൊക്കെ പരിചയപ്പെട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് തന്നെ പോകാനൊക്കെ പറഞ്ഞു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചേച്ചീനും. പിന്നെ ഈ കുട്ടീനെ ഈ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ല. മറ്റേ ചേച്ചി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ചേച്ചിയാണോ താത്താണോ എനിക്ക് ഓർമ്മയില്ല, പേരിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര സ്വീറ്റായിട്ടാണ് നമ്മൾ എല്ലാവരെയും ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മധുരം കുറച്ച്
ഇതോടൊക്കെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നൈറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ബസ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ പിന്നെ ഒരു 1 or 2 days സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്കറിയാം ഈ വ്ളോഗ് തീരെ പെർഫെക്റ്റ് അല്ല. ഞാൻ അവിടുന്നും ഇവിടുന്നും കുറേ ക്ലിപ്സ് എടുത്തിട്ടാണ് ഇട്ടത്. കുറേ ക്ലിപ്സ് എടുക്കാൻ എന്നോട് മറന്നു പോയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട് ഞാൻ മറക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എനിക്കറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്, പക്ഷേ എല്ലാ ക്ലിപ്സും കൂടെ ഞാൻ നല്ല മറക്കാണ്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.